ഗുഡ് ആഫ്റ്റർനൂൺ ടു ഓൾ. ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് കഴിഞ്ഞ +1 ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്റേഴ്സിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും തുടർച്ചയായിട്ട് വരുന്ന ഭാഗങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അധികം സമയം കളയുന്നില്ല, നിങ്ങൾ വേഗം നോട്ട്ബുക്കും പേനയും എടുക്കുക. എന്നിട്ട് ഇമ്പോർട്ടൻ്റ് ആയതെല്ലാം എഴുതിയെടുക്കുക. നന്നായിട്ട് വീഡിയോ കീനായിട്ട് ഒബ്സർവ് ചെയ്യുക, നന്നായിട്ട് ലിസൺ ചെയ്യുക. കാരണം നിങ്ങളിപ്പോൾ നന്നായി ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സാമിനേഷൻ ഈ പോയിൻറ്റ്സ് ഇങ്ങനെ നിങ്ങളുടെ മനസ്സിൽ വരും. അപ്പോൾ ഈസി ആയിട്ട് നിങ്ങൾക്കത് മെമ്മറൈസ് ചെയ്യാനും അത് നിങ്ങളുടെ ആൻസർ ഷീറ്റിലേക്ക് എഴുതാനും സാധിക്കും. സോ എല്ലാവരും നല്ലോണം ശ്രദ്ധിക്കുമല്ലോ. വളരെ ഒരു 5-8 ക്വസ്റ്റ്യൻസാണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. കുറച്ചൊരു ലെങ്തിയുള്ള 2-3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ബാക്കിയൊക്കെ മൾട്ടിപ്പിൾ ചോയ്സ് ആണ്, ഈസിയാണ്. അപ്പോൾ അധികം പറയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. നമ്പർ 6. തന്നിരിക്കുന്ന ഇനങ്ങളെ സമൂഹശാസ്ത്രത്തിൻ്റെ ഉത്ഭവത്തിനും വളർച്ചയ്ക്കും നയിച്ച ഭൗതിക ആശയങ്ങളുടെയും ഭൗതിക പ്രശ്നങ്ങളുടെയും സൂചിപ്പിക്കുന്ന കോളങ്ങളിലേക്ക് വേർതിരിച്ചെഴുതുക. അതായത് സമൂഹശാസ്ത്രത്തിൻ്റെ ഉദയത്തിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന് ഇൻ്റലക്ച്വലായ ആശയങ്ങൾ, അതിനെയാണ് ഭൗതിക ആശയങ്ങൾ എന്ന് പറയുന്നത്. രണ്ടാമത്തത് ഭൗതിക പ്രശ്നങ്ങൾ, അതായത് നമ്മുടെ സൊസൈറ്റിയുടെ പുറത്തുണ്ടായ ഉള്ളിലുണ്ടായ ചില പ്രശ്നങ്ങൾ, അതാണ് ഭൗതിക പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. അത് രണ്ടും മാറിപ്പോകരുത്. ഒന്ന് ഇൻ്റലക്ച്വലായ ബുദ്ധിപരമായുള്ള ആശയങ്ങളാണ്, അതാണ് ഭൗതിക ആശയങ്ങൾ. രണ്ടാമത്തത് ഭൗതിക പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ സമൂഹത്തിൻ്റെ ഉള്ളിൽ നമ്മൾ കാണുന്ന മേഖലയിലുണ്ടായ പ്രശ്നങ്ങൾ, സമൂഹത്തിലുണ്ടായ പ്രശ്നങ്ങൾ, അതാണ് ഭൗതിക പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ബ്രാക്കറ്റിൽ ഒരുപാട് പോയിൻറ്റ്സ് തന്നിട്ടുണ്ട്. ഈ പോയിൻറ്റ്സിനെ നിങ്ങൾ എന്ത് ചെയ്യാം, 2 ആയിട്ട് തിരിച്ചിട്ട് ഇതിലേതൊക്കെയാണ് ഇൻ്റലക്ച്വലായ ആശയങ്ങൾ, ഏതൊക്കെയാണ് സമൂഹത്തിൻ്റെ ഉള്ളിലുണ്ടായ പ്രശ്നങ്ങൾ എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, കാറ്റഗറൈസ് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് പോയിൻറ്റ്സ് എഴുതുക. So question number 6 in English. When we categorize intellectual ideas and material issues into separate column, intellectual ideas come under organic evolution, reasoning, enlightenment. And under the column of material issues, which come under capitalism, industrialization and growth of cities. These 3 are material issues because these 3 issues are occurred due to the societal pressure. That is why it is come under material issues. And regarding intellectual ideas, organic evolution, reasoning, enlightenment were the result of intellectual growth of 19th century in Europe. സമൂഹശാസ്ത്രം ഉണ്ടാവുന്നതിനുള്ള ഭൗതികമായ ആശയങ്ങളാണ് ജൈവിക പരിണാമം, യുക്തിചിന്ത, ജ്ഞാനോദയം എന്നിവ. അതായത് സോഷ്യോളജി വെസ്റ്റേൺ യൂറോപ്പിൽ 19-ാം നൂറ്റാണ്ടിൽ വളർന്നു വരാനുള്ള ബുദ്ധിപരമായ കാരണമാണ് ജൈവിക പരിണാമം, യുക്തിചിന്ത, ജ്ഞാനോദയം. ജൈവിക പരിണാമം നമുക്കറിയാം, ആരുടെ ഇൻ്റലക്ച്വൽ വർക്കാണ്, ചാൾസ് ഡാർവിൻ്റെ. അതുപോലെ ജ്ഞാനോദയം എന്ന് പറയുന്നത് യൂറോപ്യൻ സൊസൈറ്റിയിൽ ഒരുപാട് സയൻസിലും ആർട്സിലും ലിറ്ററേച്ചറിലും ഉണ്ടായ ഒരു എൻലൈറ്റൻമെൻ്റാണ്, ഒരു ഉണർവാണ്. യുക്തിചിന്ത അതിനെ തുടർന്ന് ഉണ്ടായ ഒന്നാണ്. അതായത് സാമൂഹിക പ്രശ്നങ്ങളെ എങ്ങനെ അതിൻ്റെ കാര്യകാരണ സഹിതം വിശദീകരിക്കാം, എങ്ങനെ അതിലൊരു സൊല്യൂഷനിലെത്താം, പരിഹാരമുണ്ടാക്കാം, അങ്ങനെയൊരു ശാസ്ത്രമുണ്ടോ, ആ ശാസ്ത്രത്തിൻ്റെക്ക് നയിച്ച കാരണങ്ങളാണ് ജൈവിക പരിണാമം, യുക്തിചിന്ത, ജ്ഞാനോദയം എന്നിവ. അത് ബുദ്ധിപരമായ ആശയങ്ങളായതുകൊണ്ടാണ് അത് ഭൗതിക ആശയങ്ങളിൽ പെടുന്നത്. അടുത്തത് ഭൗതിക പ്രശ്നങ്ങൾ, അതായത് സമൂഹത്തിൻ്റെ ഉള്ളിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ. സമൂഹശാസ്ത്രം വളർന്നു വരാനുള്ള സാമൂഹികവും രാഷ്ട്രീയവുമായ സാമ്പത്തികവുമായ കാരണങ്ങളാണ് ഭൗതിക പ്രശ്നങ്ങളിൽ വരുന്നത്. അതാണ് മുതലാളിത്തം, വ്യവസായവൽക്കരണം, നഗരങ്ങളുടെ വളർച്ച. Question number 7. The aim of sociological imagination of C. Wright Mill is to dash. Options: A. Study of social process. B. Study of the individual. C. Link the personal troubles and public issues. D. Study of social institutions. The answer is link the personal troubles and the public issues. Question number 7.
സി റൈറ്റ് മിൽസിൻ്റെ സമൂഹശാസ്ത്ര സങ്കല്പത്തിൻ്റെ ലക്ഷ്യം ഡാഷ് ആണ്. ഈ ഒരു ചോദ്യം നമ്മുടെ ആദ്യത്തെ ചോദ്യവുമായിട്ട് കണക്റ്റഡ് ആണ്. ആദ്യത്തെ ചോദ്യം സമൂഹശാസ്ത്ര സങ്കല്പനം എഴുതിയതാര് എന്നായിരുന്നു. ഈ ചോദ്യത്തിൽ അതിൻ്റെ ഉത്തരമുണ്ട്. സി റൈറ്റ് മിൽസിൻ്റെ സമൂഹശാസ്ത്ര സങ്കല്പത്തിൻ്റെ ലക്ഷ്യമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. എന്താണ് ലക്ഷ്യം? സാമൂഹിക പ്രക്രിയകൾ പഠിക്കാൻ, വ്യക്തിയെ പഠിക്കാൻ, വ്യക്തിപരമായ പ്രശ്നങ്ങളും സാമൂഹിക പ്രശ്നങ്ങളും ബന്ധിപ്പിക്കാൻ അഥവാ കണക്റ്റ് ചെയ്യാൻ. ഡി, സാമൂഹിക സ്ഥാപനങ്ങളെ പഠിക്കാൻ. ഏതാണ് അതിൻ്റെ കറക്റ്റ് ആൻസർ? സമൂഹശാസ്ത്ര സങ്കല്പനം എന്ന അദ്ദേഹത്തിൻ്റെ വർക്കിലൂടെ അദ്ദേഹം എന്താണ് ചെയ്യുന്നത്? വ്യക്തിപരമായ പ്രശ്നങ്ങളും സാമൂഹിക പ്രശ്നങ്ങളും തമ്മിൽ അദ്ദേഹം ബന്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇൻഡിവിജ്വൽ ഇഷ്യൂസ് ആൻഡ് സോഷ്യൽ ഇഷ്യൂസ് ആർ കണക്റ്റഡ്. അതായത് ഒരു വ്യക്തിയുടെ ബയോഗ്രഫി തന്നെ ഒരു ചരിത്രമായി മാറുന്നു. ഫോർ എക്സാമ്പിൾ ഗാന്ധിജി എന്ന് പറയുന്ന വ്യക്തിയുടെ അനുഭവങ്ങൾ എഴുതിയ ബയോഗ്രഫി എന്തായി മാറുന്നു? ഒരു ഹിസ്റ്ററിയായി മാറുന്നു. ഒരു സമൂഹത്തിനെ തന്നെ നയിക്കാൻ ഉതകുന്ന ഒന്നായി മാറുന്നു. വീടില്ല എന്നുള്ള ഒരു വ്യക്തിയുടെ പ്രശ്നം എന്തായി മാറുന്നു? വീട് വയ്ക്കുന്നതിനുള്ള ഒരു മാർഗമായ ഇന്ദിരാ ആവാസ് യോജന എന്നുള്ള ഒരു പ്രോഗ്രാമിലേക്ക് അത് നടപടിയിലേക്ക് മാറുന്നു. ഗവൺമെൻറ് നടപടിയിലേക്ക് അത് മാറുമ്പോൾ അതൊരു ഇൻഡിവിജ്വൽ ഇഷ്യൂ എന്തായി മാറി? ഒരു പബ്ലിക് ഇഷ്യൂ ആയിട്ട് മാറി. അതായത് ഹോംലെസ്നെസ് എന്ന് പറയുന്ന കുറച്ച് ആളുകളുടെ പ്രശ്നം ഗവൺമെൻറ് മനസ്സിലാക്കുകയും അതുവഴി ഗവൺമെൻറ് അതിനുള്ള ഒരു ഇന്ദിരാ ആവാസ് യോജന എന്നുള്ള വീടില്ലാത്തവർക്ക് വീട് വെക്കുന്ന ഒരു പ്രോഗ്രാം ഉണ്ടാക്കുകയും ചെയ്തപ്പോൾ ഒരു ഇൻഡിവിജ്വലിൻ്റെ ഇഷ്യൂ എന്തായി മാറി? ഒരു പബ്ലിക് മെഷറായി മാറി. അതായത് ഒരു സമൂഹത്തിൻ്റെ നടപടിയായിട്ട് മാറി. അപ്പോൾ ഇന്ദിരാ ആവാസ് യോജന എന്തിനുള്ള എക്സാമ്പിളാണ്? വ്യക്തിപരമായ പ്രശ്നങ്ങളും സാമൂഹിക പ്രശ്നങ്ങളും തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിന് കാണിക്കുന്ന ഒരു എക്സാമ്പിളാണ് ഇന്ദിരാ ആവാസ് യോജന. Question number 8. Analyze the views on Amartya Sen about inequalities existing in Indian society. ഇന്ത്യൻ സമൂഹത്തിൽ നിലനിൽക്കുന്ന അസമത്വങ്ങളെക്കുറിച്ച് അമർത്യ സെന്നിൻ്റെ അഭിപ്രായം വിശദീകരിക്കുക. പ്രശസ്ത ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനായ അമർത്യ സെൻ്റെ വാക്കുകളാണിത്. അദ്ദേഹത്തിന് 1998 നോബൽ പ്രൈസ് ലഭിച്ചു. വെൽഫെയർ ഇക്കണോമിക്സ് എന്നുള്ള ആശയത്തിനാണ് അദ്ദേഹത്തിന് നോബൽ പ്രൈസ് ലഭിച്ചത്. ദാരിദ്ര്യത്തെക്കുറിച്ച് ശാസ്ത്രീയമായി പഠിച്ച് ക്രിയേറ്റീവായ ഒരു സൊല്യൂഷൻ നൽകിയ ആളായിരുന്നു അമർത്യ സെൻ. അദ്ദേഹത്തിൻ്റെ വളരെ പ്രശസ്തമായ വാക്കുകളാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഈ ഒരു വാക്കുകളിലൂടെ ഇന്ത്യൻ സമൂഹത്തിൽ നിലനിൽക്കുന്ന അസമത്വത്തിൻ്റെ തോത് വളരെ നന്നായിട്ട് അദ്ദേഹം നമുക്ക് കാണിച്ചു തരുന്നു. നിങ്ങൾ ഈ ലൈൻസിലൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ചില ഇന്ത്യക്കാർ വളരെ സമ്പന്നരാണ്, എന്നാൽ അധിക പേരും അല്ല. നമ്മുടെ ഇന്ത്യൻ സമൂഹത്തെ കുറിച്ചൊന്ന് കണ്ണോടിച്ചാൽ നമുക്ക് മനസ്സിലാകും, ഇന്ത്യയിൽ ഏതാണ്ട് വളരെ കുറച്ച് പേരെ സമ്പന്നരായിട്ടുള്ളൂ. ഏതാണ്ട് 80% ഇന്ത്യയിലെ ജനങ്ങൾ ദരിദ്രരാണ്. ദാരിദ്ര്യം എന്ന് പറയുന്നതാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ശാപം എന്ന് പറയുന്നത്. ഒരു ദരിദ്ര രാജ്യത്തിന് ഉയർത്തെഴുന്നേറ്റ് വികസിത രാജ്യമായി വരണമെങ്കിൽ ആ രാജ്യം ആദ്യം ഒഴിവാക്കേണ്ടത് ദാരിദ്ര്യം എന്ന് പറയുന്ന മഹാവിപത്തിനെയാണ്. അപ്പോൾ ഇന്ത്യൻ സമൂഹത്തിലെ അസമത്വത്തിൻ്റെ ഏറ്റവും വലിയ ആണിക്കല്ലാണ് നമ്മൾ അനുഭവിക്കുന്ന ദാരിദ്ര്യം എന്ന് പറയുന്നത്. അതാണ് അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് കോട്ടിലൂടെ അദ്ദേഹം ഇവിടെ സൂചിപ്പിക്കുന്നത്. രണ്ടാമത്തത് അദ്ദേഹം പറയുന്നത്, സം ആർ വെരി വെൽ എഡ്യൂക്കേറ്റഡ്, അതേഴ്സ് ആർ ഇല്ലിറ്ററേറ്റ്. ഇന്ത്യയിലെ വളരെ കുറച്ച് പേര് വിദ്യാസമ്പന്നരാണ്, എഡ്യൂക്കേറ്റഡാണ്, എന്നാൽ പലരും ഇല്ലിറ്ററേറ്റഡാണ്. നമുക്കറിയാം, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്കൊക്കെ ഒന്ന് കണ്ണോടിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വിദ്യാഭ്യാസത്തിൽ വളരെയധികം താഴ്ചയാണുള്ളത്. കേരളം പോലുള്ള സംസ്ഥാനങ്ങൾ ഉയർന്ന വിദ്യാഭ്യാസ നിരക്ക് കാണിക്കുമ്പോൾ ബീഹാർ, ഉത്തർപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങളിൽ സാക്ഷരതാ നിരക്ക് വളരെയധികം കുറവാണ്. ഒരു വികസിത സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ പാരാമീറ്റർ, അളവുകോലാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലിറ്ററസി എന്ന് പറയുന്നത്. ഇല്ലിറ്ററസി എന്നുള്ളത്
രാജ്യത്തിൻ്റെ അസമത്വത്തെ വർദ്ധിപ്പിക്കുന്ന ഒരു വലിയ ഫാക്ടറാണ്. അതുപോലെ തന്നെ മറ്റൊരു ഘടകമാണ് സം ആർ ഹാർഡ് ഈസി ലൈവ്സ്, സം ലീഡ് ഈസി ലൈഫ്സ് ഓഫ് ലക്ഷറി, അതേഴ്സ് ടോയിൽ ഹാർഡ് ഫോർ ലിറ്റിൽ റിവാർഡ്. അതായത് ചിലർ എല്ലാവിധ സന്തോഷങ്ങളോടെയും എല്ലാവിധ സൗകര്യങ്ങളോടെയും ജീവിക്കുമ്പോൾ മറ്റു ചിലർ ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ കഷ്ടപ്പെടുന്നവരാണ്. നമുക്കറിയാം, ഹോട്ടലുകളിലൊക്കെ ലക്ഷൂറിയസ് ഹോട്ടലുകളിലൊക്കെ പോയാൽ ഭക്ഷണം വേസ്റ്റ് ചെയ്യുന്നത് കണ്ടാൽ തന്നെ നമുക്കറിയാം. എത്രയോ കാശ് വെറുതെ കളഞ്ഞ് ആഡംബരത്തിന് വേണ്ടി പണം പൊടിച്ച് കളയുന്ന പണക്കാരൊരു ഭാഗത്ത്, മറ്റൊരു വശത്ത് തെരുവുകളിൽ ഒരു നേരത്തെ ഭക്ഷണം കിട്ടാൻ സാധിക്കാതെ സ്വന്തം മലമൂത്രം ഭക്ഷിക്കുന്ന ഒരു വിഭാഗവുമുണ്ട്. അത്തരം വിഭാഗമാണ് ഇന്ത്യൻ സമൂഹത്തിൽ കൂടുതലും. എന്നാൽ മറ്റൊരു രണ്ട് കഷ്ണങ്ങളാണ് ഇവിടെ, രണ്ട് ചിത്രങ്ങളായിട്ടാണ് നമുക്ക് ഇന്ത്യൻ സമൂഹത്തെ കാണിച്ചു തരുന്നത്. ഒരു ഭാഗത്ത് ലക്ഷൂറിയസായ കാറും ആർഭാടപരമായ വസ്ത്രവും ജീവിതത്തിൻ്റെ എല്ലാ സൗകര്യങ്ങളും അനുഭവിക്കുന്ന ഒരു വിഭാഗം, മറ്റൊരു ഭാഗത്ത് ഭക്ഷണമോ ജലമോ ഒന്നും കഴിക്കാൻ കിട്ടാതെ ഓടകളിൽ സ്വന്തം മലമൂത്ര വിസർജനം തന്നെ ഭക്ഷണമാക്കി മാറ്റേണ്ടി വരുന്ന ഒരു ദയനീയമായൊരു ചിത്രമാണ് മറുവശത്ത്. അടുത്തതെന്ന് പറയുന്നത്, ചിലർ രാഷ്ട്രീയമായി എല്ലാ സ്വാധീനവും ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ജോലിയും അവരുടെ സാമ്പത്തിക നിലയും അവരുടെ സാമൂഹിക പദവിയും ഉയർന്നു നിൽക്കുന്നു. എന്നാൽ മറ്റുള്ളവർക്ക് ഇതൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ജീവിതത്തിൻ്റെ എല്ലാ അവസരങ്ങളും അവർക്ക് നിഷേധിപ്പിക്കപ്പെടുന്നു. അതാണ് സം ആർ പൊളിറ്റിക്കലി പവർഫുൾ ആൻഡ് അതേഴ്സ് കനോട്ട് ഇൻഫ്ലുവൻസ് എനിത്തിങ്. അടുത്ത ഇനീക്വാലിറ്റിയുടെ വശം എന്ന് പറയുന്നത്, സം ഹാവ് ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ അഡ്വാൻസ്മെൻറ്റ് ഇൻ ദെയർ ലൈഫ്. അതായത് ചിലർക്ക് അവരുടെ ലൈഫിൽ എല്ലാ തരത്തിലുള്ള അഭിവൃദ്ധിക്കും എല്ലാ തരത്തിലുള്ള അവസരങ്ങൾക്കും പുരോഗതിക്കും എല്ലാം എന്തുണ്ട്, എല്ലാത്തിനുമുള്ള സൗകര്യങ്ങളുണ്ട്. പക്ഷേ മറ്റു ചിലർക്ക് ഇതെല്ലാം ഒരുമിച്ച് നിഷേധിക്കപ്പെടുന്നു. സത്യത്തിൽ ഈ ഇനീക്വാലിറ്റി, അസമത്വമെല്ലാം ക്യുമുലേറ്റീവാണ്, കൂടിക്കൂടി വരുന്നതാണ്. ദരിദ്രനായ ഒരാൾക്ക് വിദ്യാഭ്യാസം ഉണ്ടാവില്ല, വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരാൾക്ക് രാഷ്ട്രീയ സ്വാധീനം ഉണ്ടാവുകയില്ല. രാഷ്ട്രീയ സ്വാധീനവും വിദ്യാഭ്യാസവും ദാരിദ്ര്യവും എല്ലാം ഉള്ള ഒരാൾ എന്തായിരിക്കും, വളരെയധികം കഷ്ടപ്പാടുകൾ സഹിച്ച് ലക്ഷൂറിയസായ ജീവിതമൊന്നും നയിക്കാൻ കഴിയാതെ കഷ്ടപ്പെടുന്ന ഒരാളായിരിക്കും. അപ്പോൾ ഒരു ഇനീക്വാലിറ്റി മറ്റൊരു ഇനീക്വാലിറ്റിക്ക് കാരണമാകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. എല്ലാ സൗകര്യങ്ങളുമുള്ള ആളുകളെ നമ്മുടെ സമൂഹത്തിൽ വലിയ റെസ്പെക്റ്റോടു കൂടി എല്ലാ അധികാരികളും പോലീസുമാർ എല്ലാവരും വളരെയധികം റെസ്പെക്റ്റ് അവർക്ക് കൊടുക്കുന്നു. എന്നാൽ ഇതൊന്നുമില്ലാത്ത ആളെ പുച്ഛത്തോടുകൂടി വെറുപ്പോടുകൂടി ജനങ്ങൾ കാണുന്നു. ഇതാണ് ഇന്ത്യൻ സമൂഹത്തിലെ അസമത്വത്തെക്കുറിച്ച് അമർത്യ സെൻ വളരെ വൃത്തിയായി ഭംഗിയായി നമുക്ക് പറഞ്ഞു തരുന്നത്. സത്യത്തിൽ ഇതൊരു ട്രൂ പിക്ചറാണ്, യഥാർത്ഥ പിക്ചറാണ് ഇന്ത്യൻ സൊസൈറ്റിയുടെ. ഇതിലൂടെ നമുക്ക് ഒരു മൈക്രോസ്കോപ്പിലൂടെ ഒരു ചെറിയ കഷ്ണത്തെ മാത്രമേ കാണാൻ സാധിക്കുന്നുവെങ്കിലും ഇത് എന്ന് പറയുന്നത് ഇറ്റ് ഡെപിക്ട് ദ എൻറ്റയർ പിക്ചർ ഓഫ് ഇന്ത്യൻ സൊസൈറ്റി. ഇന്ത്യൻ സൊസൈറ്റിയിൽ നിലനിൽക്കുന്ന അസമത്വത്തിൻ്റെ ആഴം എത്ര കണ്ടുണ്ട് എന്ന് പറയുന്ന വാക്കുകളാണ് ഇത്. ഇത് നന്നായിട്ട് പഠിക്കുക, വളരെ എളുപ്പമാണ്. ഒരു 3 മാർക്കിനോ 4 മാർക്കിനോ നിങ്ങളോട് പരീക്ഷയ്ക്ക് ചോദിക്കും. വളരെ എളുപ്പമാണ്. ചില ആളുകൾ സമ്പന്നരാണ്, ചിലർ ദരിദ്രരാണ്, ചിലർക്ക് വിദ്യാഭ്യാസമുണ്ട്, ചിലർക്ക് വിദ്യാഭ്യാസമില്ല, ചിലർ ജീവിതത്തിൽ എല്ലാ സൗകര്യങ്ങളും അനുഭവിക്കുന്നു, മറ്റു ചിലർക്ക് അവരുടെ ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ കഷ്ടപ്പാട് പെടുന്നു. ചിലർ എല്ലാവരാലും എല്ലാ റെസ്പെക്റ്റും കിട്ടുന്നു, എന്നാൽ മറ്റവർക്ക് ഒരു റെസ്പെക്റ്റും കിട്ടാതെ പുച്ഛത്തോടു കൂടി അവരെ തള്ളി മാറ്റുന്നു. ഇത് വളരെ എളുപ്പമാണ്, നിങ്ങൾ പഠിക്കും, നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. According to Amartya Sen, Indian society is unequal due to some Indians are rich, most are not. Some are educated, but others are illiterate. Some lead luxurious lives, but others struggle to meet their both ends. Some are politically very powerful, but others cannot influence anyone or anything. Someone have great opportunities in their life, but others does not have any opportunities for their advancement.
And finally, some are treated with great respect by the police and by the entire people, but others are treated like dirt. They do not get any respect from the people of society. These are a short picture of the inequality existing in Indian society as said by Amartya Sen. Question number 9. If sociology studies modern complex society, dash studies primitive and simple society. അതായത് സോഷ്യോളജി ആധുനിക സങ്കീർണ സമൂഹത്തെക്കുറിച്ച് പഠിക്കുന്നുവെങ്കിൽ ഡാഷ് പ്രാചീനവും ലളിതവുമായ സമൂഹത്തെക്കുറിച്ചാണ് പഠിക്കുന്നത്. ആൻസർ സോഷ്യൽ ആന്ത്രോപോളജി അഥവാ സാമൂഹിക നരവംശ ശാസ്ത്രം. Question number 10. Dash is a branch emerged due to the close connection between political science and sociology. പൊളിറ്റിക്കൽ സയൻസും സോഷ്യോളജിയും തമ്മിലുള്ള അടുത്ത ബന്ധം കാരണം ഉണ്ടായ ഒരു ശാസ്ത്രശാഖയാണ് ഡാഷ്. ആൻസർ ഈസ് പൊളിറ്റിക്കൽ സോഷ്യോളജി അഥവാ രാഷ്ട്രീയ സമൂഹ ശാസ്ത്രം. അതായത് പൊളിറ്റിക്സും സോഷ്യോളജിയും തമ്മിലുള്ള കണക്ഷനിലൂടെ ഉണ്ടായ ഒരു പുതിയ ബ്രാഞ്ചാണ് പൊളിറ്റിക്കൽ സോഷ്യോളജി അഥവാ രാഷ്ട്രീയ സമൂഹ ശാസ്ത്രം. അതായത് രാഷ്ട്രീയമായ ഘടകങ്ങളെ സമൂഹം എങ്ങനെ സ്വാധീനിക്കുന്നു. ഫോർ എക്സാമ്പിൾ വോട്ടിംഗ് ബിഹേവിയറിനെ എങ്ങനെയാണ് സമൂഹം സ്വാധീനിക്കുന്നത്, പവർ എങ്ങനെയാണ് സമൂഹത്തിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്, എങ്ങനെയാണ് വ്യക്തികൾ അധികാരം നേടുന്നത്, അതെങ്ങനെ വിനിയോഗിക്കുന്നു, ഇതൊക്കെയാണ് രാഷ്ട്രീയ സമൂഹശാസ്ത്രത്തിൽ പഠന വിധേയമാക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് ഇയറിലെ സ്റ്റുഡൻസ് ആയതുകൊണ്ട് ഈ ഒരു ചാപ്റ്റർ നന്നായിട്ട് പഠിച്ചിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ വിലയിരുത്തേണ്ടത്. എന്തായാലും നല്ലോണം പഠിക്കുക. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻറ്റ് ബോക്സിൽ നിങ്ങൾ എഴുതുക. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ വരുന്നത് വരെ കാത്തിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഓക്കെ.